സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എന്തല്ല വിശ്വാസം, എന്തല്ല വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഫെയ്ത്ത് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് ഡൗട്ട്. സംശയം ഉണ്ടാവുന്നത് വിശ്വാസത്തിന് എതിരല്ല. ഹല്ലേലൂയാ. സംശയം ഉണ്ടാവുന്നത് വിശ്വാസത്തിന് എതിരല്ല. സംശയം ഉണ്ടാവുന്നത് നല്ലതാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടാവുന്നത് നല്ലതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിനക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തിന് സംശയം? ഒരു മര്യാദ വേണം. ഭർത്താവിന് ഭാര്യയെ സംശയം കൈ കൊടുത്തുകൊണ്ട് നിനക്ക് ഈ സംശയമുള്ളത് നല്ലതാണ്, അതല്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് വേണ്ടി സംശയങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അയ്യോ എൻ്റെ വിശ്വാസം പോയേ, അതല്ല. അതൊരു ഡൗട്ടാണ്. അത് ക്ലിയർ ചെയ്ത് കിട്ടണം. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഉദാഹരണത്തിന്, സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ക്ലാസ്സിലൊക്കെ സംശയം ചോദിക്കുന്ന കുട്ടികളുണ്ട്. എങ്ങനെയുള്ള കുട്ടികളാണ് സംശയം ചോദിക്കുന്നത്? ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ സംശയം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ അധികം സംശയം ചോദിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. കാരണം ഒന്നും മനസ്സിലാകാറില്ലായിരുന്നു. ഈ ക്ലാസ്സിൽ സംശയം ചോദിക്കുന്നവരാരാ? എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലായി ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നവരല്ലേ. സംശയം ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചോണം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്താ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനിടയിൽ എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും വളരാനും ഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ്, ഡൗട്ടുകൾ ഉണ്ടാകും. വിശ്വാസ ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, വചനത്തെക്കുറിച്ചൊരു ഡൗട്ട്, വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം, അയ്യോ ഇങ്ങനെയൊന്നും വരാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലെന്ന്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ്, ഡൗട്ടുകളൊക്കെ വരുന്നത് നല്ലതാണ്. എന്തിനാ? ക്ലാരിറ്റി വരുത്താൻ, വിശ്വാസബോധ്യം അല്പം കൂടെ മെച്ചപ്പെടുത്താൻ നിനക്കത് ഇടവരുത്തും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മറ്റൊന്ന്, വിശ്വാസം എന്നുള്ളത് ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല. ചിലരൊക്കെ പറയുന്ന ചില ശൈലികൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം ശരിയാവും അല്ലേ? ചിലരുടെ ഒരു ഭാഷാ ശൈലിയാണ് എല്ലാം ശരിയാകും. കുറേ നാളായി കേരളത്തിലും പറയുന്നു എല്ലാം ശരിയാകും, പറച്ചിലേ ഉള്ളൂ, എല്ലാം ശരിയാകും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എല്ലാം ശരിയാകും. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങനെ എത്രയോ നാളായി പറയുന്നു അല്ലേ? അങ്ങനെ പോസിറ്റീവായി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകും, ഡോണ്ട് വറി, എല്ലാം ശരിയാകും, ഓൾ ഈസ് വെൽ, എല്ലാം നന്മയ്ക്കാണ്. അങ്ങനെ വെറുതെ പോസിറ്റീവായിട്ട് പറയുന്ന ഒന്നല്ല വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ ധ്യാന അവസരങ്ങളിലൊക്കെ ഒന്നാം ദിവസം ഞാൻ ദൈവജനത്തോട് ചോദിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളോടും ചോദിക്കാൻ എനിക്കൊരു ആഗ്രഹം. ചോദിക്കട്ടെ, നിങ്ങൾക്ക് സുഖമാണോ? പറ, കേൾക്കട്ടെ. കുറേ ആത്മാക്കൾ ധ്യാനമൊക്കെ കൂടിയവർ നല്ല ഒച്ചത്തിലൊരു കാര്യം പറയുന്നു. വേറെ കുറേ ആത്മാക്കൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു, നെടുവീർപ്പിടുന്നു, തല ഇങ്ങനെ ആട്ടുന്നു. മലയാളികൾ പൊതുവെ എന്ത് പറയും? കുഴപ്പമില്ല, തരക്കേടില്ല. എന്നാൽ ദൈവമകനും ദൈവമകളും കുഴപ്പമില്ല, തരക്കേടില്ല, തലയാട്ടൽ, നെടുവീർപ്പല്ല. മറിച്ച് എന്ത് പറയണം? ദൈവമേ നിന്റെ കൃപയാൽ. അതാണ് വിശ്വാസം. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ, കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം. ഏത്? ദൈവകൃപയാൽ എല്ലാം ശരിയാകും. അതാണ് വിശ്വാസം. മറ്റേതേതാ? വെറും പോസിറ്റീവ് തിങ്കിങ്. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു, അങ്ങനെ പറയുന്നതല്ല. മറിച്ച്
ദൈവകൃപയാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എൻ്റെ കഴിവല്ല കർത്താവേ, എൻ്റെ കഴിവല്ല, മറിച്ച് ദൈവമേ അങ്ങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. അതല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? ഒന്ന് വായിച്ചേ. റോമൻസ് ചാപ്റ്റർ 9:16 അറിഞ്ഞു വായിച്ചേ. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കണ്ടോ? അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ്. ഇവിടെ ഇരിക്കുന്നവർ തന്നെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അധ്വാനത്തിനൊന്നും കുറവില്ലെന്ന്, ഒട്ടും കുറവില്ല. അധ്വാനം നല്ല രീതിയിലുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. അതെന്താ അങ്ങനെ? റിസൾട്ട് ഇല്ല. നാളുകൾക്ക് മുമ്പ് ഇവിടെ ധ്യാനം കൂടാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് ബൈബിൾ എടുത്തിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ എന്നെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിന്നെക്കുറിച്ച് ബൈബിളിലോ? ഉണ്ടച്ഛാ, എന്നെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അച്ഛൻ വായിച്ചു നോക്ക്. എന്നിട്ട് അവൻ ബൈബിൾ തുറന്നിട്ട് എന്നെ ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം കാണിച്ചു. ബൈബിൾ ഉള്ളവരും തുറക്കൂ, ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുമായിരിക്കും. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 1:6. അവൻ പറഞ്ഞു, അച്ഛാ ഇത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അച്ഛാ. നോക്കി വായിച്ചേ. ഹഗ്ഗായി 1:6 വായിച്ചേ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. കൂലി ലഭിക്കുന്നുണ്ട്, ഉണ്ടെന്ന് കൂലി ലഭിക്കുന്നുണ്ട്. പക്ഷേ ലഭിക്കുന്ന കൂലി എവിടെ? ഓട്ടസഞ്ചി. എന്താണാവോ ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ചോർച്ചയുണ്ട്, ഇടുന്നതെല്ലാം ചോർന്നു പോകും, അല്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലര്, അച്ഛാ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് അച്ഛാ, ഞങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. കാരണം എന്തോ ഒരു അധ്വാനം, കൂലി കിട്ടുന്നുണ്ടെന്ന്. അധ്വാനമൊക്കെ ഇഷ്ടം പോലെ, രാപകൽ അധ്വാനം ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഒന്നും മിച്ചം കിട്ടുന്നില്ല. ഇതെവിടെ പോണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, അച്ഛാ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്, സങ്കടം അച്ഛാ, സങ്കടം. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സങ്കടം? ഒന്നും പറയണ്ട അച്ഛാ, ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും രോഗികളാണ്. ഒരെണ്ണം ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്തത് ആശുപത്രി പോകാൻ ഒരുങ്ങിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ആശുപത്രി വിട്ടിട്ടൊരു ജീവിതമില്ല, എപ്പോഴും ആശുപത്രി ജീവിതം. അപ്പം ഇതിങ്ങനെ ആശുപത്രിക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഉടനെ തന്നെ ഭർത്താവിനെ തോണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ആശുപത്രിക്കാരെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല അച്ഛാ, എല്ലാ ദിവസവും വഴക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കുന്നത്? അറിയത്തില്ല അച്ഛാ, കാരണമൊന്നും വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കും. നിങ്ങളങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ? അതേ ഉള്ളൂ, ഇത് തന്നെയാണ് കാര്യം. വെറുതെ എല്ലാ ദിവസവും കാരണമില്ലാതെ വഴക്ക്. 2 പേരും കരഞ്ഞ് വിഷമിച്ചാണ് രാത്രി കിടക്കുന്നത്. ആശുപത്രി, അപ്പൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഇങ്ങനെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞ, അച്ഛാ അതൊന്നും അല്ല കാര്യം സാമ്പത്തിക ഞെരുക്കം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും നല്ല ജോലി, നല്ല ശമ്പളം, പട്ടിണിയൊന്നും അല്ലല്ലോ. എൻ്റെ അച്ഛാ കിട്ടുന്നതുണ്ടല്ലോ. ആദ്യത്തെ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് മേടിച്ച് തട്ടിയും മുട്ടിയുമാണ് മുമ്പോട്ട് പോകുന്നത്. എന്തൊരവസ്ഥയാച്ചാ. ശമ്പളം കിട്ടുന്നുണ്ട്, ഇവർ വേറെ ഏതെങ്കിലും തരത്തിൽ പണം ഒന്നും അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, വീട് പണിതിട്ടില്ല, അങ്ങനെ ഒരു കാര്യത്തിനും പൈസ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. പക്ഷെ ഒരു പച്ച പിടിക്കുന്നില്ലെന്ന്, ഒരു മിച്ചമില്ലെന്ന്. ബൈബിൾ എന്താ പറയുന്നത്? ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചിട്ടും ദാഹം തീരുന്നില്ലെന്ന്, വസ്ത്രം ധരിച്ചിട്ടും കുളിര് മാറുന്നില്ലെന്ന്. കൂലി ലഭിക്കുന്നുണ്ട്, ലഭിക്കുന്നത് മുഴുവൻ ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം, അത് മുഴുവൻ ചോർന്നു പോകുന്നു.
റോമാലേഖനം 9:16 നമ്മൾ ഓർമ്മപ്പെടുത്തി, അതിനാൽ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് വെറും പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. നോ. ഇപ്പം ഇഷ്ടം പോലെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മോട്ടിവേഷൻ ടോക്കുകൾ കേൾക്കും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ആവേശം തോന്നും, എന്നാൽ അത് നിലനിൽക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല ആവേശം, അത് കഴിയുമ്പം ആ ആവേശം പോവും. കാരണം എന്താ? അത് വെറും ആശയങ്ങൾ മാത്രമാണ്, ആശയങ്ങളാണ്. ആശയങ്ങൾ അവിടെ നിൽക്കുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഈ ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു എന്തെന്നറിയോ? നീ തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചോണം, ദൈവത്തെ അള്ളിപ്പിടിച്ചോണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. അപ്പൊ സുഖമാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഉത്തരം എന്താ? ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. കണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഏത്? ദൈവമേ, നിന്റെ കൃപ കൊണ്ടാണേ, നിന്റെ കൃപ കൊണ്ടാണേ. കാര്യം ശരിയാണ്, രോഗമുണ്ട്, സാമ്പത്തിക ദുരിതമുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ നിന്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രം, നിന്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സുഖമാണോ? വലതും ഇടതും ഇരിക്കുന്ന ആളെ ഒന്ന് തൊട്ടോണ്ട് പറഞ്ഞ്, ദൈവകൃപയാൽ നീ സുഖമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വിശ്വാസം എന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ പറയുകയാണ്, വിശ്വാസം എന്നുള്ളത് ഇത് സംശയങ്ങൾ ഇല്ലാതെ വരുന്നതല്ല, വെറും പോസിറ്റീവ് തിങ്കിങ് അല്ല. ഫെയ്ത്ത് ഈസ് നോട്ട് ഫീലിംഗ്, വെറും വികാരങ്ങൾ മാത്രമല്ല. ചിലർക്ക് ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ ഹല്ലേലൂയ എന്ന് പറയുന്നു, സ്തുതിക്കുന്നു, കയ്യടിക്കുന്നു, പാട്ട് പാടുന്നു. വൈകാരിക തലങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വിശ്വാസം. സ്വരമെഴുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മുടെ ഉള്ളില് ഈ വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വൈകാരികമായിട്ട് നമുക്ക് പല അനുഭവങ്ങളും തോന്നും. അവിടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല വിശ്വാസം എന്നുള്ളത്. വികാരങ്ങൾക്കും അതീതമായി ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ബോധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സാധാരണ വിശ്വാസത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ പണ്ട് മുതൽ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. അത് 1859 കാനഡയില് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ച ഒരാളെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് ബ്ലോണ്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പേരെന്താണ്? ചാൾസ് ബ്ലോണ്ടിൻ. മറന്നുപോയാലും കുഴപ്പമില്ല. ചാൾസ് ബ്ലോണ്ടിൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇത് ചരിത്രപരമായ രേഖകളൊന്നുമില്ല, പക്ഷേ പ്രസംഗങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കഥാപാത്രവും അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ 1100 അടി നീളത്തിൽ 160 അടി ഉയരമുള്ള ഒരു കയർ കെട്ടിയിട്ട് ഈ നയാഗ്ര വെള്ളച്ചാട്ടം നമുക്കറിയാം, വെള്ളച്ചാട്ടങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വലിയ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് കാണാൻ ഒത്തിരി ജനം, അമേരിക്കയുടെയും കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയൊക്കെ ഒരു അതിർത്തി പ്രദേശങ്ങളിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ 2 പ്രദേശങ്ങളിൽ നിന്ന് കാണാമത്രേ. അപ്പോൾ ഈ ചാൾസ് ബ്ലോണ്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇപ്പം ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു കയർ കെട്ടിയിട്ട് ഈ കയറിൻ്റെ മുകളിലൂടെ ഇയാൾ ബാലൻസ് ചെയ്ത് ജനത്തെ അത്ഭുതപ്പെടുത്തി. ജനം കയ്യടിയോട് കയ്യടി. കാരണം ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ഒരാൾ നടക്കുന്നു. ഇയാൾ നടന്നുവെന്ന് മാത്രമല്ല, ഇയാൾ അടുത്ത് എന്ത് ചെയ്യുന്നറിയോ? കണ്ണും കെട്ടി നടന്നു. അയ്യോ, കണ്ണും കെട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഈ മുകളിൽ കയർ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്നു. എങ്ങനെ നടന്നു? കണ്ണും കെട്ടി നടന്നു. അപ്പം ജനം കയ്യടിയോട് കയ്യടി. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഇല്ലസ്ട്രേഷനിൽ ഇങ്ങനെയാണ്, ഒരു ഉന്തുവണ്ടി പോലത്തെ ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് ഇയാൾ നടന്നു. ഓ, ജനം കയ്യടിയോട് കയ്യടി. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ. ഇപ്പം ഇദ്ദേഹം ഈ വലിയൊരു പ്രകടനത്തിന് ശേഷം
ഇറങ്ങി ജനക്കൂട്ടത്തെ അഭിവാദനം ചെയ്തു. അപ്പൊ ജനക്കൂട്ടം കയ്യടി. അപ്പോൾ അദ്ദേഹം ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഈ കയറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എനിക്ക് കണ്ണടച്ചും ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ജനം പറഞ്ഞ് വിശ്വാസം ഉണ്ടോന്ന്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നതാ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് ഒരാളെ തോളത്ത് ചുമന്നുകൊണ്ട് പോകാൻ പറ്റും, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ജനം പറഞ്ഞു, സംശയമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് തോളത്ത് ഒരാളെ ചുമന്നുകൊണ്ട് പോകാൻ നിഷ്പ്രയാസം. കയ്യടിയോട് കയ്യടി. അപ്പൊ ഈ കൂട്ടത്തിൽ നല്ല കയ്യടിയും ആവേശവും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ താങ്കൾ വാ, എൻ്റെ തോളത്തിരിക്കും, ഞാൻ ചുമന്നുകൊണ്ട് പോകാം. താങ്കൾ വാന്ന്, താങ്കൾ വാ. അയാൾ വന്നില്ല. അയാളെന്നല്ല, ഒരു മനുഷ്യനും വന്നില്ല. പക്ഷേ ഇവരെല്ലാവരും കയ്യടിക്കും. എന്തിന്? ഇയാൾക്ക് ഇതിൻ്റെ മുകളിലൂടെ നടക്കാനൊക്കെ പറ്റും. കയ്യടിയുണ്ട്, വർത്തമാനമുണ്ട്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കാല് പിൻവലിക്കും. ചാൾസ് ബ്ലോണ്ടിൻ്റെ ഇപ്രകാരമുള്ള ഒരു ഇല്ലസ്ട്രേഷനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം ഒന്ന് തുറന്നേ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 17. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. കണ്ടോ കണ്ടോ കണ്ടോ? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം. വർത്തമാനം പറയാൻ ഇഷ്ടം പോലെയുണ്ടെന്ന് അല്ലേ? അതായത് വായിൽ നിന്ന് വീഴുന്ന വാക്ക് വിശ്വാസം കൊള്ളാം, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, എൻ്റെ പ്രവർത്തികളിൽ ഇല്ലെങ്കിൽ അത് അബദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? അതായത് ദൈവത്തെ അള്ളിപ്പിടിച്ചോണം. അതൊരു വികാരത്തിനും അപ്പുറമാണ്, കയ്യടിക്കും അപ്പുറമാണ്. ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, നീ നിന്റെ ജീവിതം മൊത്തം ദൈവത്തിന്റെ തോളത്തേക്ക് വെച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ പഴയ വേറെ ഒരു കഥയും കൂടെയുണ്ട്. ഒരു നാട്, ആ നാട്ടിൽ ഭയങ്കര വരൾച്ച. അപ്പോൾ അവിടുത്തെ വികാരിയച്ചൻ പറഞ്ഞു, ദേ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഈ പ്രദേശത്തെ വരൾച്ച മാറാൻ, മഴ പെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ജനം മുഴുവൻ, വേനലിന്റെ വറുതിയിൽ കഷ്ടപ്പെടുന്ന ജനം വൈകുന്നേരം പള്ളിക്കകത്ത് ഇടിച്ചുകൂടി. ആ ഇടിച്ചുകൂടിയ കൂട്ടത്തിൽ ഒരു ചെറിയ ബാലൻ, ഒരുത്തന്റെ കയ്യിൽ കൊട. അപ്പൊ പള്ളി വന്ന ഒരാൾ ചോദിച്ചു, എന്തുവാടേ ഇത്, കൊടയൊക്കെ പിടിച്ചോണ്ട് പള്ളി വന്നിരിക്കുന്ന, നിനക്ക് മനസ്സിലായിക്കൂടെ? വേനലിന്റെ വറുതിയിൽ നീ ഈ കൊടയും പിടിച്ചോണ്ട് വന്നത് എന്തുവാ? അപ്പൊ അവനെന്താ പറഞ്ഞേ? അല്ല, നമ്മള് പള്ളി വന്നത് എന്തിനാ? പ്രാർത്ഥിക്കാൻ. എന്തിനു പ്രാർത്ഥിക്കാൻ? മഴ പെയ്യാൻ പ്രാർത്ഥിക്കാൻ പോവല്ലേ നമ്മള്. അപ്പോൾ എന്ത് സംഭവിക്കും? മഴ പെയ്യും. അപ്പൊ തിരിച്ചു പോകാൻ കൊട വേണ്ടേ? അതാ ഞാൻ കൊടയും കൊണ്ടുവന്നത്. ഒറ്റൊരുത്തനെ കൊട കൊണ്ടുവന്നുള്ളെന്ന്, ബാക്കിയുള്ളവരാരും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? സംസാരത്തിലുണ്ട്, പ്രവൃത്തിയിലില്ല. അത് വളരെ അപകടം പിടിച്ചതാണ്. സംസാരത്തിൽ മാത്രം പോരാ. യാക്കോബ് ശ്ലീഹ പറയുന്നു 2-ാം അധ്യായം 17-ാം തിരുവചനം, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം. നിന്റെ വിശ്വാസമാകണമെങ്കിൽ അത് പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. വെറും വൈകാരികമായിട്ട് മാത്രം മാറ്റരുത്. മാറ്റരുത്. അതിൽ തന്നെ അനുഗ്രഹമില്ലെന്ന് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഇതിനോട് ബന്ധപ്പെട്ടൊക്കെ പറയാൻ പറ്റിയതാണ്. അതായത് വൈദികനാകുന്നതിന് മുമ്പ് ഒരു പള്ളിയിൽ പാസ്റ്ററൽ സഹായിയായിട്ട് നിൽക്കുവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വികാരിയച്ഛനെ സഹായിച്ചുകൊണ്ട് ഞായറാഴ്ച കാറ്റഗിസം പഠിപ്പിക്കാൻ യുവജനങ്ങൾക്കിടയിൽ അങ്ങനെ ആ വികാരിയച്ഛനെ സഹായിച്ചൊക്കെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇടവകയിൽ വികാരിയച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ യുവജനങ്ങളെയും കൊണ്ട് ബ്രദർ ഒരു പിക്നിക്കിന് പോകണം. ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പോകണം. അപ്പോൾ അത് എൻ്റെ തലയിലായി.
ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പോവാം. അങ്ങനെ ഒരു ദിവസം ഇവരെയും കൊണ്ട് പിക്നിക്കിന് പോവുകയാണ്. പിക്നിക്കിന് പോകുമ്പോൾ അത് മലമ്പുഴയോ അവിടെ എവിടെയും കണ്ടൊക്കെ പോയി വരുന്ന വഴിക്ക് അത് തൃശ്ശൂർ പ്രദേശത്ത് അവിടെ ഒരു സർക്കസ് നടക്കുന്നു. ജെമിനി സർക്കസോ അങ്ങനെ എന്തോ ഒരു സർക്കസ് കണ്ടിട്ടില്ല. ഇപ്പം സർക്കസുകൾ പൊതുവെ കുറവാണ്, പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. സർക്കസ് കൂടാരം. അപ്പം ഈ ജെമിനി സർക്കസ്, ആ സർക്കസ് നടക്കുന്നു. സർക്കസ് കൂടാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം മരണക്കിണർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. കണ്ടിട്ടുണ്ടോ ചേച്ചി? സർക്കസ് കണ്ടിട്ടില്ല. മരണക്കിണർ എൻ്റെ പൊന്നെ. അപ്പം ഈ മരണക്കിണറിന് ചുറ്റും നിന്ന് എല്ലാവരോടും കൂടെ കയ്യടിയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവനിങ്ങനെ കറങ്ങും. അവൻ ഈ കറങ്ങി മുകളിലെത്തുമ്പോൾ ആളുകൾ ഇടയ്ക്ക് പൈസയൊക്കെ നീട്ടും. അപ്പോൾ അവൻ ആ പൈസയൊക്കെ മേടിച്ച് പോക്കറ്റ് വയ്ക്കും. ബൈക്കിൽ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരാഭ്യാസം. ഇവനിങ്ങനെ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യടി. അപ്പോൾ ഈ കറക്കത്തിനിടയിൽ ഒരു നിമിഷം ഇവൻ മുകളിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ കറക്കം? അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരിക്കാം വാ. ഇത്രയും നേരെ എൻ്റെ കൂട്ടത്തിൽ നിന്ന യുവജനങ്ങൾ കൈയടിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിന്നവരെല്ലാവരും തന്നെ സൂപ്പർ എന്ന് പറഞ്ഞവര് ദേ ഒരു കാല് പുറകോട്ട് ചവിട്ടി. കൂടെ വാ, ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കാല് പുറകോട്ട് മാറ്റി. ഈ കാല് പുറകോട്ട് മാറ്റുന്നതോടൊപ്പം തന്നെ ഈ യുവജനങ്ങൾ ചെയ്ത മറ്റൊരു പ്രവൃത്തി, നടുക്ക് നിന്ന എന്നെ തള്ളി മുമ്പിൽ നിർത്തി. പിള്ളേരല്ലേ, ഞാൻ ദേ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് ഇവർ കൈയടിച്ച് ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ കയറി പോണമെന്ന്. എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ കൈകാലുകൾ കൂട്ടിയിടിച്ചിട്ട് വയ്യ. ഇത് കണ്ടിട്ട് തന്നെ പേടിയുണ്ട്, വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഇവരോട് ഇനി എന്തു പറഞ്ഞാൽ മനസ്സിലാവും? അപ്പോൾ ഞാൻ അവസാനത്തെ അടവെടുത്തു. ഞാൻ ഇവരോട് പറഞ്ഞു, കാനൻ ലോയിൽ ബ്രദറന്മാർ മരണക്കിണറിൽ ബൈക്കേ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. നമ്മുടെ യുവജനങ്ങൾക്ക് കാനൻ ലോ എന്താണെന്നോ ബ്രദർ ബൈക്കേ കയറാൻ പാടില്ലെന്നോ ഇത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെന്ന് വല്ലതും അറിയോ? അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ട, ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇതുങ്ങളെല്ലാം കൂടെ എന്നെ പിടിച്ച് അങ്ങോട്ട് നിർത്തിയില്ല. അപ്പോൾ അതായത് ഞാനിത് പറയുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ ഓർക്കുന്ന കാര്യം എന്താണെന്നറിയോ? എല്ലാവരും കൈയടിക്കാൻ ആളുണ്ടെന്ന് കൈയടിക്കും, പക്ഷെ ഒരു കാര്യം വരുമ്പോൾ കാല് പുറകോട്ട് വലിച്ചു കളയും. വിശ്വാസം ഉണ്ടോ? പറ. ഇതിപ്പോൾ ഉണ്ടെന്നും പറയാൻ പാടില്ല, ഇല്ലെന്നും പറയാൻ പാടില്ലാത്ത അവസ്ഥയായിപ്പോയി. വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ തെളിയിക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ തെളിയിക്കണം. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിന്റെ ജീവിതത്തിൽ വിശ്വാസം എന്നുള്ളത് അത് വെറും വികാരങ്ങളിലാൽ മാത്രമല്ല, അത് വെറും തോന്നലുകൾ മാത്രമല്ല, അത് സംശയം വന്നാൽ വീഴു പോകുന്നതല്ല, അത് വെറും പോസിറ്റീവ് തിങ്കിങ് അല്ല, മറിച്ച് തമ്പുരാന്റെ കയ്യിൽ കണ്ണും പൂട്ടി നിന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നതാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ചോ. നീ അത് മനസ്സിൽ കാണണം. നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാരത്തെ മുഴുവൻ, നിന്റെ വെയിറ്റ് മുഴുവൻ ഇതാ തമ്പുരാൻ കർത്താവിന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കുന്നു. അതാണ് വിശ്വാസം. തമ്പുരാൻ കർത്താവിന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ദൈവമേ, സമ്പൂർണമായി ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ നിന്റെ തലയിൽ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യും, നിന്നിലല്ല മറിച്ച് ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. മനുഷ്യ, പദ്ധതികൾ നീ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോ തമ്പുരാൻ കർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചോണം. റോമാലേഖനം 9:16. അതിനാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് കർത്താവിന്റെ കൃപയാണ് പ്രധാനപ്പെട്ടത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോ, കർത്താവേ നിന്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യന്റെയും കയ്യിലല്ല.
ഒരു അധികാരിയുടെ കയ്യിലുമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ കയ്യിലല്ല, ഒരു കുടുംബ പാരമ്പര്യത്തിലല്ല. അഹങ്കരിക്കാൻ ഒന്നുമില്ല കർത്താവേ. രണ്ട് കരങ്ങളും തമ്പുരാൻ കർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ച്, കർത്താവേ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ഞാൻ മുന്നേറും. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച്, കർത്താവേ ഞാൻ വിശ്വാസത്താൽ ഞാൻ മുന്നേറും. കർത്താവേ വിശ്വസിക്കുന്നു, ഇത് ഏറ്റെടുക്കുന്ന കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ പോരാ, ശക്തിയോടെ കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഓ കർത്താവേ, ഇനിമേൽ എന്നെ പുറകോട്ട് വലിക്കാൻ ഒന്നിനും സാധ്യമല്ല. ഞാൻ കണ്ണും മൂട്ടി വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ, ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നവൻ, എന്നിൽ പ്രവർത്തിക്കുന്നവൻ ഞാൻ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചാടിത്തുള്ളി പോരാ, ശക്തിയോടെ. ആമേൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. യെസ്. വിശ്വാസത്തിൽ എന്നും മുന്നേറും. ആമേൻ, ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. യേശുവേ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ചാടിത്തുള്ളി കൈകൾ അടിച്ച് പിന്മാറുകയില്ല വിശ്വാസച്ചുവടുകൾ. മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എല്ലാം വഹിച്ചാലും പിന്മാറുകയില്ല ഇനി ഞാൻ. പാടി പാടി കാലത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. യേശുവേ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ, വലിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചു. വിശ്വാസം എന്നുള്ളത് വെറും വൈകാരികമായിട്ടുള്ള ഒരു മേഖല മാത്രമല്ല, അതിനും അപ്പുറം ആഴത്തിൽ തമ്പുരാൻ കർത്താവിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുന്നതാണ്. വിശ്വാസം എന്നുള്ളത് നമ്മൾ സ്വയം ആശ്രയിക്കുന്നതിലല്ല, മറിച്ച് ദൈവത്തിൽ വട്ടം പിടിക്കുന്നതിലാണ്. ഇത് വെറും ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല, മറിച്ച് ദൈവമേ അങ്ങയിലാണ് എൻ്റെ ആശ്രയം, അങ്ങൻ്റെ കൂടെയുണ്ട്. ദൈവമേ അങ്ങയിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കുക, ഉച്ചത്തിൽ പറയുക ആമേൻ, ആമേൻ, ആമേൻ.